أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقل ربي ادخلني مدخل صدق وأخرجني مخرج صدق واجعل لي من لدنك سلطانا نصيرا. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, മുഹറമിൻ്റെ ചരിത്രമാണ് നമ്മൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. മഹാനായ പ്രവാചകൻ മൂസാ അലൈഹിസ്സലാമയുടെ വിമോചന പോരാട്ടങ്ങളുടെ ചരിത്രവും അതിൽ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാമയ്ക്ക് അല്ലാഹു തആല രക്ഷ നൽകിയ സംഭവവും അതുപോലെ ആശുറ കർബല സംഭവവുമെല്ലാം നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, മുഹറമിൻ്റെ അനുസ്മരണം ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാന അധ്യായങ്ങളിലൊന്നായ ഹിജ്റയുടെ അനുസ്മരണം കൂടിയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പലായനത്തിൻ്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് യഥാർത്ഥത്തിൽ മുഹറമിൻ്റെ അനുസ്മരണം എന്ന് പറയുന്നത്. ഹിജ്റ നടന്നത് മുഹറമിലല്ലെങ്കിലും ഹിജ്റ വർഷ കലണ്ടറിന് ആരംഭം കുറിക്കുന്നത് മുഹറമോടുകൂടിയാണ്. അതാണ് മുഹറമും ഹിജ്റയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പശ്ചാത്തലത്തിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാനുണ്ട്. ഒന്ന്, ഗ്രിഗോറിയൻ കലണ്ടറിനോടൊപ്പം ലോകത്ത് ഇങ്ങനെ ഒരു കലണ്ടർ കൂടിയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുക. ഹിജ്റ വർഷ കലണ്ടർ. ഗ്രിഗോറിയൻ കലണ്ടറിനെ ഏകകാല ഗണന യൂണിറ്റായിട്ട് ലോകം അംഗീകരിക്കുന്ന ഈ കാലത്ത് ആ ഒരു കലണ്ടർ മാത്രമല്ല, ഹിജ്റ വർഷ കലണ്ടർ എന്ന ഒരു കലണ്ടർ കൂടി അന്തർദേശീയ തലത്തിൽ തന്നെ നിലനിൽക്കുന്നു എന്നുള്ള ഓർമ്മിപ്പിക്കലാണ് ഒന്നാമതായിട്ട് ഈ കാലയളവിൽ വേണ്ടത്. രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് ഹിജ്റയുമായി ബന്ധപ്പെട്ട, ഇത് ഹിജ്റ വർഷ കലണ്ടറാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഹിജ്റയ്ക്കുള്ള പ്രാധാന്യം മുൻനിർത്തിക്കൊണ്ടാണ് ഈ കലണ്ടറിന്, മുഹറമോട് കൂടി ആരംഭിക്കുന്ന ഈ കലണ്ടറിന് ഹിജ്റ വർഷ കലണ്ടർ എന്ന് നാമകരണം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ കാലയളവിലും, ഈ മുഹറം കാലയളവിലും ഹിജ്റ കൂടുതലായി അനുസ്മരിക്കുകയും അതിൽ നിന്നുള്ള പാഠം വിശ്വാസ സമൂഹത്തെ നന്നായി ഓർമ്മിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്താണ് ഇങ്ങനെ ഒരു കലണ്ടർ രൂപപ്പെടാനുള്ള പശ്ചാത്തലം? അതിപ്രകാരമാണ് ഇസ്ലാമിക ചരിത്രം വിശദീകരിക്കുന്നത്. ബസ്റയിലെ ഗവർണറായിരുന്ന അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഒരു കത്തെഴുതി. ആ കത്തിന്റെ ഉള്ളടക്കം ഇപ്രകാരമായിരുന്നു: അമീറുൽ മുഅ്മിനീൻ, താങ്കളുടെ അടുക്കൽ നിന്ന് ഞങ്ങൾക്ക് നിരന്തരമായി കത്തുകൾ വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിൽ തീയതി രേഖപ്പെടുത്താത്തതിനാൽ ഏത് കത്തിലാണ് ആദ്യമായി നടപടി സ്വീകരിക്കേണ്ടതെന്ന് അറിയുന്നില്ല. അത് വലിയ ആശങ്കയാണ്. എപ്പോഴും കത്തുകൾ വരുന്നു, ആ കത്തുകൾ ഒന്നിലും തീയതി രേഖപ്പെടുത്താത്തത് കൊണ്ട് ആദ്യം നടപടി സ്വീകരിക്കേണ്ടത് ഏത് കത്തിലാണെന്ന് അറിയുന്നില്ല. ഈ ഘട്ടത്തിലാണ് മഹാനായ സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സ്വഹാബിമാരെ എല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഇസ്ലാമിക സമൂഹത്തെ ഏകീകരിക്കുന്ന ഒരു കലണ്ടർ എന്ന ആശയം മുന്നോട്ട് വെച്ചത്. മുസ്ലിം സമൂഹത്തിനായി ഒരു കലണ്ടർ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഇസ്ലാമിക സമൂഹത്തെ ഏകീകരിക്കുന്ന ഒരു കലണ്ടർ ആവശ്യമാണ്. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ആ കലണ്ടർ നമ്മൾ നിശ്ചയിക്കേണ്ടത്. അങ്ങനെ ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങളായി പറഞ്ഞു. പല അഭിപ്രായങ്ങളും പലരും പറഞ്ഞു. ഏതാവണം ആ സംഭവം, ആ ചരിത്ര സംഭവം, ഏതിനെ മുൻനിർത്തിക്കൊണ്ടാണ് നാം നമ്മുടെ കലണ്ടർ രൂപപ്പെടുത്തേണ്ടത്? ചിലർ പറഞ്ഞു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തെ മുൻനിർത്തിക്കൊണ്ട്, പ്രവാചകന്റെ ജനന വർഷത്തെയോ അതല്ലെങ്കിൽ പ്രവാചകന്റെ ജനന മാസത്തെയോ മുൻനിർത്തിക്കൊണ്ട്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെ മുൻനിർത്തിക്കൊണ്ട് ചില ആളുകൾ അങ്ങനെയും പറഞ്ഞു, പ്രവാചകന്റെ മരണമാസം, പ്രവാചകന്റെ മരണ വർഷം, ഇതിനെ മുൻനിർത്തിക്കൊണ്ട് നമുക്കൊരു കലണ്ടർ രൂപപ്പെടുത്താം. ചിലര് പറഞ്ഞു പ്രവാചകന്റെ ജനനം മരണം എന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നുബുവത്ത് പ്രവാചകത്വ വർഷത്തെ മുൻനിർത്തിക്കൊണ്ട് നമുക്കൊരു കലണ്ടർ രൂപപ്പെടുത്താം. പ്രവാചകത്വം അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്ക് ഒരു കലണ്ടർ രൂപപ്പെടുത്താം. ഈ അഭിപ്രായങ്ങളൊന്നും സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായില്ല. അപ്പോഴാണ് അലി റളിയല്ലാഹു അൻഹു ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചത്. ഇസ്ലാമിക സമൂഹത്തിലെ നിർണായക സംഭവം തന്നെയായിരുന്നു. പ്രവാചക ജനനം പോലെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം പോലെ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രവാചകത്വം ലഭിച്ചതുപോലെ ചരിത്രത്തിൽ ഒരുപക്ഷെ അതിനേക്കാളൊക്കെ പ്രാധാന്യമെന്ന് പറയാവുന്ന രീതിയിൽ ഇസ്ലാമിക സമൂഹം കൂട്ടായി തന്നെ പങ്കാളിത്തം വഹിച്ച വലിയൊരു സംഭവമായിരുന്നു ഹിജ്റ. വലിയൊരു ത്യാഗത്തിന് ഇസ്ലാമിക സമൂഹം സാക്ഷ്യം വഹിച്ച വലിയൊരു ചരിത്ര സംഭവം എന്ന നിലയ്ക്ക് ഹിജ്റയെ മുൻനിർത്തിക്കൊണ്ടൊരു കലണ്ടർ രൂപപ്പെടുത്താം. അതായിരുന്നു സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം. ആ അഭിപ്രായമാണ് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കലണ്ടർ രൂപപ്പെടുത്തുന്ന കാര്യത്തിൽ അടിസ്ഥാനമായി മുഖവിലക്കെടുത്തത് എന്നുള്ളതാണ്. മദീനയിലേക്കുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ നടന്നത് റബീഉൽ അവ്വൽ മാസത്തിലായിരുന്നു. അതിനാൽ ഹിജ്റ വർഷ കലണ്ടർ റബീഉൽ അവ്വൽ മാസം കൊണ്ട് ആരംഭിക്കാം എന്നൊരു കൂട്ടം സ്വഹാബിമാർ അഭിപ്രായപ്പെട്ടു. ചില ആളുകൾ പറഞ്ഞു, ചില സ്വഹാബിമാർ പറഞ്ഞു റളിയല്ലാഹു അൻഹും റജബാകട്ടെ, റജബ് കൊണ്ട് ഹിജ്റ വർഷ കലണ്ടർ ആരംഭിക്കാം. വർഷമായിട്ട് നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ പരിഗണിക്കുമ്പോഴും മാസത്തിലും അഭിപ്രായ വ്യത്യാസം വന്നു. മാസം ഏത് പരിഗണിക്കണം? കാരണം മുഹറമിലല്ലല്ലോ ഹിജ്റയുണ്ടാവുന്ന, റബീഉൽ അവ്വലിലാണല്ലോ. അതുകൊണ്ട് റബീഉൽ അവ്വൽ മാസത്തെ പരിഗണിക്കാം ഒരഭിപ്രായം വന്നു. പക്ഷെ അത് സ്വീകരിക്കപ്പെട്ടില്ല. വേറൊരു അഭിപ്രായം റമളാനിലാക്കാമെന്നാണ്, റജബിലാക്കാമെന്ന അഭിപ്രായവും വന്നു. ദുൽഹജ്ജ് മാസം കൊണ്ട് ആരംഭിക്കാം ഹിജ്റ വർഷ കലണ്ടർ. റബീഉൽ അവ്വൽ കൊണ്ട് ആരംഭിക്കാമെന്ന് പറഞ്ഞു ചിലർ, റജബ് കൊണ്ട് ആരംഭിക്കാമെന്ന് പറഞ്ഞു ചിലർ, റമളാൻ കൊണ്ട് ആരംഭിക്കാമെന്ന് പറഞ്ഞു ചിലർ, പറഞ്ഞു ദുൽഹജ്ജ് കൊണ്ട് ആരംഭിക്കാം. അപ്പോഴാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചത്, വർഷാരംഭമായി നമുക്ക് മുഹറം കണക്കാക്കാം. കാരണം മുഹറം പവിത്രമായ മാസമാണ്, അല്ലെങ്കിൽ തന്നെ മുഹറം പവിത്രമായ മാസമാണ്. അത് മാത്രമല്ല, മുഹറമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹജ്ജ് കഴിഞ്ഞ് വിശ്വാസികൾ തിരിച്ചു പോകുന്നത് മുഹറമിലാണ്. അവരുടെ നാടുകളിലേക്കൊക്കെ പലപ്പോഴും എത്തിപ്പെടുന്നത്, അതല്ലെങ്കിൽ എല്ലാവരും നാടിലെത്തി എന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരു മാസം മുഹറം മാസമാണ്. അതാണ് മുഹറമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ റബീഉൽ അവ്വലിലാണെങ്കിലും സ്വഹാബിമാർ ഓരോരുത്തരുമായി അതിനു മുമ്പേ തന്നെ ഹിജ്റ ആരംഭിച്ചിരുന്നു. അത് മുഹറമോട് കൂടി തന്നെ ആരംഭിച്ചിരുന്നു. ഹിജ്റക്കും മുഹറമുമായിട്ടൊരു ബന്ധമുണ്ട്, ഒട്ടും ബന്ധമില്ല എന്ന് പറഞ്ഞുകൂടാ. സ്വഹാബിമാർ അവരുടെ ഹിജ്റ പ്രവാചകനെ ഒരുപാട് മുമ്പ് ആരംഭിച്ചിരുന്നു. പ്രവാചകന്റെ ഹിജ്റ റബീഉൽ അവ്വലിലാണ് ആരംഭിച്ചതെങ്കിലും സ്വഹാബിമാരിൽ ആദ്യം ഹിജ്റ ചെയ്തവർ മുഹറം മാസത്തോടു കൂടിയാണ് അവരുടെ ഹിജ്റ ആരംഭിച്ചത്. അങ്ങനെ മുഹറമുമായിട്ടും ഹിജ്റക്കൊരു ബന്ധമുണ്ട്. അതുകൊണ്ടും മുഹറമോട് കൂടി ആരംഭിക്കാം. ഇങ്ങനെ പല കാരണങ്ങൾ മുൻനിർത്തിയാണ് മുഹറമോട് കൂടി ആരംഭിക്കാമെന്ന് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതെങ്കിൽ ആ അഭിപ്രായമായിരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുഖവിലക്കെടുത്തത്, കലണ്ടറിനെ അടിസ്ഥാനമാക്കുന്നതിൽ മുഖവിലക്കെടുത്തത് എന്നുള്ളതാണ്. വർഷം പരിഗണിക്കുമ്പോൾ അത് പ്രവാചകന്റെ ഹിജ്റയെ, ആ ഹിജ്റ ചെയ്ത വർഷത്തെ അടിസ്ഥാനമാക്കിയും, മാസം പരിഗണിക്കുമ്പോൾ അത് പവിത്രമായ മാസം എന്ന നിലക്കും മറ്റു പല പരിഗണനകൾ കൊണ്ടും മുഹറം കൊണ്ട് ആരംഭിക്കുക എന്ന ആശയത്തെയാണ് സയ്യിദുനാ അലി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ചത് എന്നുള്ളതാണ് സഹോദരങ്ങളെ. അങ്ങനെയാണ് മുഹറം 1 ഹിജ്റ കലണ്ടറിലെ ആദ്യ ദിവസമായിട്ട് നിശ്ചയിക്കപ്പെട്ടത്.
എന്ന് മാത്രമല്ല, അറബികൾ പണ്ട് മുതലേ വർഷാരംഭം കുറിച്ചിരുന്നത് മുഹറമോട് കൂടിയായിരുന്നു എന്ന് ചില ചരിത്രകൃതികളിൽ കാണാനും സാധിക്കുന്നുണ്ട്. അതൊരു അഭിപ്രായമാണ്. ഏതായാലും ക്രിസ്താബ്ദം 622 ജൂലൈ 16 മുതൽ ഒന്നാം ഹിജറാബ്ദം ആരംഭിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹിജറ ചെയ്ത ഗ്രിഗോറിയൻ വർഷത്തിന്റെ കണക്കാണിത്. ക്രിസ്താബ്ദം 622 ജൂലൈ 16 ഒന്നാമത്തെ ഹിജറ വർഷമായി പരിഗണിച്ചുകൊണ്ടുള്ള ഹിജറ കലണ്ടർ ഉത്ഭവിച്ചു എന്നുള്ളതാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ ചെയ്ത ആ വർഷത്തെ ഒന്നാമത്തെ വർഷമാക്കി കണക്കാക്കിക്കൊണ്ടാണ് ഹിജറ വർഷ കലണ്ടർ ഉണ്ടാകുന്നത്. 1448 ഹിജറ വർഷത്തിലേക്കാണ് പ്രവേശിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, 1447 വർഷം ഹിജറ വർഷങ്ങൾ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹിജറ ചെയ്ത 1447 വർഷങ്ങൾ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അതല്ലെങ്കിൽ പിന്നിട്ടു എന്നാണ് നമ്മൾ അർത്ഥമാക്കേണ്ടത്. കലണ്ടർ തന്നെ ഹിജറയുടെ പേരിൽ തുടങ്ങുമ്പോൾ ഹിജറ അത്ര വലിയൊരു സംഭവമായിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിൽ അത്ര വലിയ പ്രാധാന്യം ഹിജറക്കുണ്ട് എന്നുള്ളതാണ് കലണ്ടർ പോലും ഹിജറ കൊണ്ട് തുടങ്ങുമ്പോൾ അതിനർത്ഥമാക്കേണ്ടത്. എന്താണ് ഹിജറയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് സഹോദരങ്ങളെ? ഒരു വ്യവസ്ഥാപിതമായ സാമൂഹിക ക്രമത്തിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായിരുന്നു അത്. സിസ്റ്റമാറ്റിക് ആയ ഒരു സോഷ്യൽ സിസ്റ്റം രൂപപ്പെടുത്തിയെടുക്കുകയായിരുന്നു ഹിജറയിലൂടെ എന്നുള്ളതാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അത് അല്ലാഹു പ്രവാചകനോട് ആഹ്വാനം ചെയ്ത പ്രാർത്ഥനയാണ്. എന്ത് പ്രാർത്ഥനയാണ് പ്രവാചകരെ അങ്ങ് നടത്തേണ്ടത്? റബ്ബി അദ്ഖിൽനി മുദ്ഖല സദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സദ്ഖിൻ വജ്അൽ ലി മിൻ ലദുൻക സുൽത്താനൻ നസീറാ. പ്രവാചകരെ നിങ്ങൾ പറയണം, റബ്ബി അദ്ഖിൽനി മുദ്ഖല സദ്ഖിൻ, നാഥ സത്യത്തെ പ്രവേശിപ്പിച്ചിടത്ത് എന്നെ നീ പ്രവേശിപ്പിക്കണമേ. വഅഖ്രിജ്നി മുഖ്റജ സദ്ഖിൻ, സത്യത്തെ പുറത്താക്കിയിടത്തിന് നീ എന്നെ നീ പുറത്താക്കുകയും ചെയ്യണമേ. വജ്അൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറാ, പടച്ചവനെ നിന്റെ ഭാഗത്ത് നിന്ന് ഒരു ആധിപത്യം എനിക്ക് നീ നൽകണമേ. അല്ലാഹുവേ സഹായിയായി നിന്റെ ഭാഗത്ത് നിന്ന് ഒരു ആധിപത്യം നൽകണമേ. പ്രാർത്ഥിക്കാൻ പറയാൻ ഒരു സാമൂഹിക ക്രമം ആവശ്യമാണ്. ഈ സിസ്റ്റം, ഈ ഇസ്ലാമിക വ്യവസ്ഥിതി പൂർണ്ണമായും സമൂഹത്തിൽ രൂപപ്പെടുത്തിയെടുക്കണമെങ്കിൽ ഒരു സാമൂഹിക വ്യവസ്ഥിതി തീർച്ചയായിട്ടും ആവശ്യമാണ്. ആ സാമൂഹിക വ്യവസ്ഥിതിക്ക് വേണ്ടി അങ്ങ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ആവശ്യപ്പെടുകയാണ്. വജ്അൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറാ, അല്ലാഹുവേ നിന്റെ ഭാഗത്ത് നിന്ന് ഒരു സുൽത്താൻ, ഒരു സഹായിയായിട്ട് ഒരു ആധിപത്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ അല്ലാഹു ആവശ്യപ്പെടുകയാണ്. ഈ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖത്താദ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയാൻ, ഇന്ന നബിയല്ലാഹി അലിമ അല്ലാ ത്വാഖത ലഹു ബിഹാദൽ അംരി ഇല്ലാ ബിസുൽത്താൻ, നിശ്ചയം അല്ലാഹുവിന്റെ പ്രവാചകൻ മനസ്സിലാക്കി, പ്രവാചകന് ഈ ദീനനുസരിച്ച് കഴിയുകയില്ല, കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയില്ല, ഇല്ലാ ബിസുൽത്താൻ, ഒരാധിപത്യമില്ലാതെ ഒരു സാമൂഹിക സംഘടിത നേതൃത്വം ആവശ്യമാണ്. ആ സാമൂഹിക സംഘടിത നേതൃത്വത്തോടു കൂടി മാത്രമേ പ്രവാചകന് ദീനിന്റെ നിർവഹണം അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ സാധിക്കുകയുള്ളൂ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ മനസ്സിലാക്കി. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കാൻ സഹായിയാവുന്ന ഒരു ആധിപത്യത്തിന് വേണ്ടി അല്ലാഹുവിനോട് പ്രവാചകൻ ചോദിച്ചു. അതല്ലെങ്കിൽ അല്ലാഹു ചോദിക്കാൻ ആവശ്യപ്പെട്ടു. വലിയ ഹുദൂദില്ല, അല്ലാഹുവിന്റെ നിയമങ്ങളുടെ പരിധികൾ പാലിക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതി, ഒരു ആധിപത്യം ചോദിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. പ്രവാചകൻ ചോദിക്കുകയായിരുന്നു, എന്തിനാണ് ഈ ആധിപത്യ വ്യവസ്ഥിതി? അല്ലാഹുവിന്റെ ഗ്രന്ഥത്തെ നടപ്പിലാക്കാൻ സഹായിയാവുന്ന ആധിപത്യ വ്യവസ്ഥിതി, അല്ലാഹുവിന്റെ ഹുദൂദുകൾ, അല്ലാഹുവിന്റെ പരിധികൾ, അവന്റെ ശിക്ഷാ നിയമങ്ങൾ നടപ്പിലാക്കാൻ ആവശ്യമായ വ്യവസ്ഥിതി. വലി ഫറാഇലില്ല, അല്ലാഹു കൽപ്പിച്ചിട്ടുള്ള നിർബന്ധ ബാധ്യതകൾ സമൂഹത്തിൽ നടപ്പിലാക്കാൻ ആവശ്യമായ വ്യവസ്ഥിതി. വലിയ ഇഖാമത്ത് ദീനില്ല, അല്ലാഹുവിന്റെ ദീനിന്റെ ഇഖാമത്ത്, അതിന്റെ
നിർവഹണവും സംസ്ഥാപനവും ഭൂമിയിൽ സാധ്യമാവാൻ ആവശ്യമായ ഒരു വ്യവസ്ഥിതി, അതാണ് ചോദിച്ചത്. ഫഇന്ന സുൽത്താന റഹ്മത്തും മിനല്ലാഹ്, നിശ്ചയം ആധിപത്യം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള കാരുണ്യമാണ്. ജഅലഹു ബൈന അൽഹുരി ഇബാദി, അള്ളാഹു തന്റെ ദാസന്മാർക്കിടയിൽ അത് നിശ്ചയിച്ചിട്ടുണ്ട്. വലൗലാ ദാലിക ലഅഗാറ ബഅദുഹും അലാ ബഅദിൻ ഫഅകല ശദീദുഹും ളഈഫഹും. ഈ ആധിപത്യമില്ലായിരുന്നുവെങ്കിൽ അവരിൽ ദുർബലരായ ആളുകളെ ശക്തർ ആക്രമിച്ച് കീഴടക്കുമായിരുന്നു. അവരിൽ ശക്തരായ ആളുകൾ ദുർബലരെ തിന്നു തീർക്കുമായിരുന്നു. അതുകൊണ്ട് ഒരു ആധിപത്യ വ്യവസ്ഥിതി കൂടിയാണ് ഇസ്ലാം. ഇസ്ലാം ഒരു സാമൂഹ്യ സോഷ്യൽ സിസ്റ്റം കൂടിയാണ്. അത്തരത്തിലൊരു സിസ്റ്റമാക്കി ഈ ദീനിന്റെ കീഴിൽ ഒരു ആധിപത്യ വ്യവസ്ഥിതി നിലനിർത്താൻ വേണ്ടി പ്രവാചകരെ താങ്കൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കണേ എന്ന് അല്ലാഹു ആവശ്യപ്പെടുകയും പ്രവാചകൻ ആ പ്രാർത്ഥന നിർവഹിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ ദീൻ കേവലം ആരാധനാ കർമ്മങ്ങളിലോ വ്യക്തി ജീവിതത്തിലോ കുടുംബ ജീവിതത്തിലോ മാത്രം പരിമിതപ്പെടേണ്ടതല്ല. വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും കർക്കശമായ നിർദ്ദേശങ്ങൾ ഈ ദീനിന് ഉള്ളതുപോലെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, ധാർമ്മിക മണ്ഡലങ്ങളിലെല്ലാം കൃത്യവും വ്യക്തവുമായ ഉപദേശ നിർദ്ദേശങ്ങളും ജീവിതക്രമങ്ങളും അടങ്ങിയതാണ് ഈ ദീൻ എന്ന് പറയുന്നത്. അതെല്ലാം പ്രാവർത്തികമാക്കുന്ന ഒരു സാമൂഹിക ഭരണ സംവിധാനമാണ് ഹിജറാനന്തരം മദീനയിൽ രൂപപ്പെട്ടത് എന്നുള്ളതാണ് സഹോദരങ്ങളെ. ലോകത്ത് എവിടെയുമുള്ള ഇസ്ലാമിക സമൂഹം അവരുടെ പരലോകമോക്ഷവും സ്വർഗപ്രവേശനവും ലക്ഷ്യമാക്കുന്നതോടൊപ്പം തന്നെ ഒരു സാമൂഹിക ക്രമത്തെ ദുനിയാവിൽ ലക്ഷ്യമാക്കണമെന്ന വലിയ സന്ദേശം, വലിയ പാഠം കൂടി ഹിജറ നൽകുന്നുണ്ട്. ഖിലാഫത്തുൻ അലാ മിൻഹാജിൻ നുബുവ, നുബുവത്തിന്റെ മാതൃകയിലുള്ള ഒരു ഭരണ വ്യവസ്ഥിതി, നുബുവത്തോടു കൂടി ചേർന്ന് നിൽക്കുന്നതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ആ ഖിലാഫത്ത് എന്ന് പറയുന്നത്. പക്ഷേ പ്രവാചകന്റെ വിയോഗത്തിന് ശേഷം നുബുവത്തിന്റെ മാതൃകയിലുള്ള സാമൂഹിക വ്യവസ്ഥിതി ഖിലാഫത്തുൻ അലാ മിൻഹാജിൻ നുബുവ, അതായിരുന്നു യഥാർത്ഥത്തിൽ ഹിജറയുടെ സുപ്രധാനമായ ലക്ഷ്യങ്ങളിൽ ഒന്ന്. ആ ഘട്ടത്തിലേക്ക്, ആ സാമൂഹിക സാഹചര്യത്തിലേക്ക് ചരിത്രത്തെ പാകപ്പെടുത്തലായിരുന്നു ഹിജറ എന്ന് പറയുന്നത്. ഈ ലക്ഷ്യബോധം ലോകത്തുടനീളമുള്ള വിശ്വാസികൾക്കുണ്ടാവണം. അതോടൊപ്പം ഹിജറയിലെ വലിയ വലിയ പാഠങ്ങളുണ്ട്. ആ പാഠങ്ങൾ ഓരോന്നും നമ്മൾ ഉൾക്കൊള്ളണം. എന്താണ് ഹിജറയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത്? പരസ്യമായി ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ചതോടുകൂടി വലിയ പീഡനങ്ങൾക്ക് ഇസ്ലാമിക ഉമ്മത്ത് സ്വഹാബയെ കിറാം വിധേയരായി എന്നുള്ളതാണ്. നബിയും സ്വഹാബത്തും വലിയ പീഡനങ്ങൾക്കിരയായി. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് എങ്ങോട്ടെങ്കിലും യാത്ര പുറപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുമതി ചോദിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ഹിജറയെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന ആദ്യ വചനങ്ങൾ ഇറങ്ങുന്നത്. ഹിജറ ചെയ്യാൻ നിർബന്ധിപ്പിക്കുന്ന വചനങ്ങളല്ല. നിങ്ങൾക്ക് വഴികളുണ്ട്, നിങ്ങളുടെ മുമ്പിൽ തുറസ്സുണ്ട്, നിങ്ങൾ ബന്ധനസ്ഥരല്ല, കെട്ടിയിടപ്പെട്ടിട്ടില്ല. യാ ഇബാദിയല്ലദീന ആമനൂ ഇന്ന അർളി വാസിഅത്തുൻ ഫഇയ്യായ ഫഅബ്ദൂൻ. അല്ലാഹുവിന്റെ അടിമകളെ, വിശ്വസിച്ച അല്ലാഹുവിന്റെ അടിമകളെ, നിശ്ചയം നിങ്ങൾ മനസ്സിലാക്കണേ, അല്ലാഹുവിന്റെ ഭൂമി വിശാലമാണ്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് മാത്രം, അല്ലാഹു പറയാണ്, നിങ്ങൾ അല്ലാഹുവിന് മാത്രം കീഴ്പ്പെടണേ. വിശ്വാസികളെ ആശ്വസിപ്പിക്കുകയായിരുന്നു ഖുർആൻ. അല്ലാഹു ഈ നാട്ടിൽ മുസ്ലിങ്ങളായി ജീവിക്കാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾ നിങ്ങൾ അനുവദിക്കുന്നില്ലെങ്കിൽ അല്ലാഹുവിന്റെ ഭൂമി വിശാലമാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. മക്ക വിട്ടു പോവാൻ അവർക്കൊരിഷ്ടവും ഉണ്ടായിരുന്നില്ല. കാരണം മക്കയോട് അവർക്ക് അത്രയ്ക്ക് സ്നേഹവും അനുരാഗവുമായിരുന്നു. ആ ഇഷ്ടം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് മക്കയെ ത്യജിക്കുവാൻ അവർ തയ്യാറായത്. ഓരോ വിശ്വാസിയും അവരുടെ ജന്മനാടിനോട് അങ്ങേയറ്റം സ്നേഹമുള്ളവനാവണം എന്ന വലിയ പാഠം ഇത് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അന്നാട്ടുകാർ പ്രവാചകൻ ആട്ടിപ്പുറത്താക്കുകയായിരുന്നു. അന്നാട്ടുകാർ പ്രവാചകനോട് ഭ്രഷ്ട് കൽപ്പിക്കുകയായിരുന്നു, സ്വഹാബയെ കിറാമിനോട് ഭ്രഷ്ട് കൽപ്പിക്കുകയായിരുന്നു. അന്നാട് വിട്ടുപോവാൻ ഒരു വേള അവർ നിർബന്ധിതരാവുകയായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും മക്കയെ നോക്കി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യാ മക്ക, മക്കേ, വല്ലാഹി ഇന്നി അഅലമു അന്നകി ഖൈറു അർദില്ലാ. അല്ലാഹുവാണ്, നിശ്ചയം ഞാൻ മനസ്സിലാക്കുന്നു, അല്ലാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും ഉത്തമമായ ഭൂമി നീയാണെന്ന് ഞാൻ നല്ലതുപോലെ മനസ്സിലാക്കുന്നുണ്ട്. ഇന്നി ഉഹിബ്ബുക, നിശ്ചയം ഞാൻ നിന്നോട് വല്ലാത്ത അനുരാഗം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഹബ്ബുഹാ ഇലല്ലാഹ്, മക്കയെ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടം.
നിന്റെ ഇടമാണെന്ന് ഞാൻ നല്ലപോലെ മനസ്സിലാക്കുന്നുണ്ട്. വലൗലാ അഹ്ലകി അഖ്റജൂനി മിൻകി മാ ഖറജ്ത്, നിന്റെ ആളുകൾ എന്നെ നിന്നിൽ നാട്ടിപ്പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ എനിക്കിവിടം വിട്ട് പോകേണ്ടിയിരുന്നില്ല. എനിക്കിവിടെ വസിക്കാനാണ് വല്ലാണ്ട് ഇഷ്ടമെന്ന് പറയുന്നത്. ഇതെൻ്റെ നാടാണ്, ഇതെൻ്റെ ഉപ്പൂപ്പമാർ നടന്ന് ജീവിച്ച മണ്ണാണ്, ഇത് അബ്രഹാം പ്രവാചകന്റെ ചരിത്രമുറങ്ങുന്ന മണ്ണാണ്. ആ മണ്ണിനെ ഞാൻ വല്ലാണ്ട് സ്നേഹിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സഹോദരങ്ങളെ, സഹോദരിമാരെ, ത്യാഗത്തിലൂടെയും ക്ഷമയിലൂടെയും അല്ലാതെ ഇസ്ലാമിക സമൂഹത്തിന് വിജയിക്കാൻ സാധിക്കുകയില്ലെന്ന വലിയ പാഠമാണ് ഹിജ്റ നമുക്ക് നൽകുന്നത്. ഓരോ സ്വഹാബിമാരും ഹിജ്റയിൽ അനുഭവിച്ച ത്യാഗത്തിന്റെ വലിയ പാഠങ്ങൾ എപ്പോഴെങ്കിലും നമ്മൾ അനുസ്മരിക്കണം. സഹോദരങ്ങളെ, നമ്മൾ എന്ത് ചെയ്തു ഈ ദീനിന് വേണ്ടി? അള്ളാഹുവിന്റെ ദീനിനെ ഈ ഭൂമിയിൽ നിലനിർത്തുന്നതിനും സംസ്ഥാപിക്കുന്നതിനും ഈ ദീനിന്റെ പ്രചരണത്തിനും വേണ്ടി നമ്മൾ എന്ത് നിർവഹിച്ചു? മുഹാജിറുകളുടെ ത്യാഗം നമ്മളൊന്ന് പഠിക്കണം, നമ്മളൊന്ന് ആത്മവിചിന്തനം നടത്തണം എന്നുള്ളതാണ്. മഹാനായ സ്വഹാബി വര്യൻ മുഹാജിർ ഹിജ്റ ചെയ്യുകയാണ്. ഏത് സ്വഹാബി? സുഹൈബുർ റൂമി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പേര് കേൾക്കുന്നത് പോലെ തന്നെ, സൂചിപ്പിക്കുന്നത് പോലെ തന്നെ റോമിൽ നിന്ന് മക്കയിൽ വന്ന് കച്ചവടം ചെയ്ത് സമ്പന്നനായ സ്വഹാബിയായിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയ്ക്ക് വേണ്ടി ആഹ്വാനം ചെയ്തപ്പോ പ്രവാചകന്റെ പിന്നാലെ അധികം താമസിയാതെ അദ്ദേഹം പുറപ്പെടുകയാണ്. പക്ഷേ ഖുറൈശികൾ അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് വഴിയിൽ നിർത്തി ചോദിക്കുകയാണ്, അല്ല സുഹൈബ്, നീ ഞങ്ങളുടെ അടുക്കലേക്ക് ഒരു ചെരുപ്പ് കുത്തിയായിട്ടാണ് റോമിൽ നിന്ന് വന്നത്. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ വന്ന് കച്ചവടം ചെയ്ത് വലിയ സമ്പന്നനായി മാറി എന്ന് നീ നേടിയ ലാഭം കൊണ്ട്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നീ സമ്പാദിച്ച ധനം കൊണ്ട് മുഹമ്മദിന്റെ കൂടെ പൊയ്ക്കളയാമെന്നാണ് നിന്റെ വ്യാമോഹമെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല, സമ്മതിക്കില്ല ഞങ്ങൾ. അദ്ദേഹം നിർബന്ധിതനായി. സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജംഗമ ജാഗര സ്വത്തുക്കൾ എവിടെയെല്ലാമാണുള്ളതെന്ന് ശത്രുക്കളോട് പറയാണ്, ഖുറൈശികളോട് പറയാണ്, അവരെ ഏൽപ്പിക്കുകയാണ്. എന്റെ സ്വത്താണ് എനിക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പാലായനം ചെയ്യാനുള്ള തടസ്സമെങ്കിൽ അത് ഇന്നാലിന്ന ഇടങ്ങളിലുണ്ട്, നിങ്ങൾക്കത് സ്വീകരിക്കാം, എന്റെ കയ്യിലുള്ളതും നിങ്ങൾ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മദീനയിലേക്ക് ഹിജ്റ ചെയ്യുകയാണ്. മദീനയിലേക്ക് ഹിജ്റ ചെയ്തെത്തിയ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, റബിഹൽ മാലു അബാ യഹ്യ. അബൂ യഹ്യ എന്ന് പറയുന്ന സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിന്റെ ഓമന പേരാണ്. സുഹൈബ് റൂമിയാണ് യഥാർത്ഥത്തിൽ കച്ചവടത്തിൽ ലാഭം നേടിയിരിക്കുന്നത്. നമ്മൾ ആരുമല്ല, നമ്മൾ പലരും കച്ചവടം ചെയ്തെങ്കിലും നമുക്ക് കിട്ടിയതിനേക്കാളൊക്കെ എത്രയോ വലിയ ലാഭമാണ് അബൂ യഹ്യ നേടിയിട്ടുള്ളത്. സ്വഹാബിമാര് ചോദിച്ചു, എന്താണ് അബൂ യഹ്യ നേടിയിട്ടുള്ള ലാഭം? അബൂ യഹ്യ അദ്ദേഹത്തിന്റെ സമ്പത്തിനെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഖുർആനിന്റെ വചനം അക്ഷരം പ്രതി പ്രാവർത്തികമാക്കിയിരിക്കുന്നു അള്ളാഹു പറഞ്ഞത്, പ്രായോഗികമാക്കിയിരിക്കുന്നു അള്ളാഹു പറഞ്ഞ എന്താ? ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. നിശ്ചയം അള്ളാഹു സത്യവിശ്വാസികളിൽ നിന്ന് അവരുടെ ശരീരങ്ങളെയും അവരുടെ സമ്പത്തിനെയും സ്വർഗത്തിന് പകരമായി വിലക്ക് വാങ്ങിയിരിക്കുന്നു എന്ന കൽപ്പനയെ ആഹ്വാനം ചെയ്ത, എന്ന ആഹ്വാനത്തെ അനുസരിച്ച സുഹൈബ് റൂമി ഉണ്ടല്ലോ, ആ സുഹൈബ് റൂമിയാണ് ലാഭം നേടിയ കച്ചവടക്കാരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സംബന്ധിച്ച് പറയാണ് സ്വഹാബിമാരോട്. സഹോദരങ്ങളെ, ഒരു സുഹൈബ് റൂമി മാത്രമല്ല, അങ്ങനെയാണ് മുഹാജിറുകളായ ഓരോ സ്വഹാബിമാരും ആ ദൗത്യ നിർവഹണം നടത്തിയത് എന്നുള്ളത്. മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കുടുംബക്കാർ വന്നുകൊണ്ട് അവരെ തടയുകയാണ്. ഉമ്മു സലമയാണ് ഭാര്യ. ഭാര്യയുടെ കുടുംബക്കാർ, അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല ഭൂരിപക്ഷം ആളുകളും, അവരെ തടയുകയാണ്. അബൂ സലമയുടെ കൂടെ ഭാര്യ ഉമ്മു സലമയുണ്ട്, കുഞ്ഞ് സലമയുണ്ട്. അങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്തതിന്റെ പിറകെയായിട്ട് അവരുടെ ഹിജ്റ വരുന്ന. സഹോദരങ്ങളെ, അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നുകൊണ്ട് ഉമ്മു സലമയുടെ കുടുംബക്കാർ പറയുകയാണ്, അബൂ സലമ, വേണമെങ്കിൽ നിനക്ക് ഹിജ്റ ചെയ്യാം,
നിനക്ക് മുഹമ്മദിനോട് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ, നിനക്ക് മുഹമ്മദിന്റെ ദീനിനോട് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നിനക്ക് ഹിജ്റ ചെയ്യാം. പക്ഷേ ആ പുത്തൻ മതത്തിൽ ചേരാൻ ഞങ്ങളുടെ സഹോദരിയെ ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല. ഉമ്മു സലമയെ കൊണ്ടുപോവാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഉമ്മു സലമ ഞങ്ങളുടെ ബന്ധുവാണ്, ഞങ്ങളുടെ സഹോദരിയാണ്, അവരെ കൊണ്ടുപോവാൻ ഞങ്ങൾ അനുവദിക്കില്ല. അങ്ങനെ അവസാനം പുത്രന് വേണ്ടിയുള്ള വാഗ്വാദമാണ്, സലമക്ക് വേണ്ടിയുള്ള വാഗ്വാദമാണ്. സലമ ആരുടെ കൂടെ ഇരിക്കണം? ഉമ്മു സലമയെ അവർ നിർബന്ധിച്ച് തിരിച്ചു വിളിക്കുകയാണ് നാട്ടിലേക്ക്, മക്കയിലേക്ക് തന്നെ. അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വന്നു അബൂസലമയ്ക്ക്. ഇനി പുത്രൻ ആരുടെ കൂടെയാവണം? അബൂസലമയുടെ കുടുംബക്കാർ അങ്ങോട്ട് വലിക്കുന്നു പുത്രനെ, ഉമ്മു സലമയുടെ കുടുംബക്കാർ ഇങ്ങോട്ട് വലിക്കുന്നു. അങ്ങനെ സലമ എന്ന് പറയുന്ന ഈ സ്വഹാബി വര്യൻ പിൽക്കാലത്ത് അംഗവൈകല്യമുള്ള സ്വഹാബിയായിട്ട് മാറി. കൈപിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ടേ. അത്രമാത്രം ത്യാഗമാണ് സഹോദരങ്ങളെ അവര് ഹിജ്റയുടെ കാര്യത്തിൽ അനുഭവിച്ചത്. പിന്നെ ദീർഘകാലം കഴിഞ്ഞ്, വർഷങ്ങൾ കഴിഞ്ഞാണ് ഉമ്മു സലമ അതുപോലെ തന്നെ മകൻ സലമയും അബൂ സലമയുടെ കൂടെ മദീനയിൽ എത്തിപ്പെട്ടത് എന്ന് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങളെ, ഹിജ്റ ചെയ്ത ഓരോ സ്വഹാബിമാരും, അവര് മാത്രമല്ല അവരുടെ കുടുംബങ്ങളും തുടക്കത്തിൽ ഹിജ്റ പോയിട്ടില്ല, ഹിജ്റ പോവാൻ കാത്തിരിക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കാത്തിരുന്ന കുടുംബങ്ങളിലേക്ക് ഇസ്ലാമിന്റെ ശത്രുക്കൾ കയറി വരുന്നുണ്ട്. എന്നിട്ട് അവർ ആക്രമിക്കുന്നുണ്ട്. ഒന്നാമത്തെ ആക്രമണത്തിന് ഇരയായത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഥമ ശിഷ്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബമാണ്. വീട് വളഞ്ഞു, നമുക്കറിയാം ചരിത്രം. അബൂബക്കറിന്റെ വീടും വളഞ്ഞു. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ കയറി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രി അസ്മാ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്, എവിടെയാണ് നിന്റെ പിതാവ് അബൂബക്കർ? എവിടെയാണ് നിന്റെ പിതാവ് അബൂബക്കർ? എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. എന്റെ പിതാവ് എവിടെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അസ്മാ റളിയല്ലാഹു അൻഹ മറുപടി പറയാണ്. സഹോദരങ്ങളെ, ദുഷ്ടനായ അബൂജഹൽ തന്റെ കൈപൊക്കിക്കൊണ്ട് അസ്മാ റളിയല്ലാഹു അൻഹയെ അടിക്കുകയാണ്. ശക്തമായ ആഘാതം ഉണ്ടാക്കിയ അടിയായിരുന്നു അത്. അവരുടെ ശരീരത്തിലെ കാതിലെ കമ്മലുകളടക്കം തെറിച്ചുപോയി, ശരീരത്തിലെ ആഭരണങ്ങളെല്ലാം തെറിച്ചു പോകുന്ന രീതിയിലുള്ള ശക്തമായ ആഘാതമുളവാക്കുന്ന അടിയായിരുന്നു അബൂജഹലിന്റെ ഭാഗത്ത് നിന്ന് അസ്മാ റളിയല്ലാഹു അൻഹ ഏറ്റുവാങ്ങിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. തീക്ഷ്ണമായ പരീക്ഷണങ്ങൾ ഹിജ്റയിൽ മഹാന്മാരായ മുഹാജിറുകളുടെ കുടുംബങ്ങൾ പോലും അഭിമുഖീകരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, പരീക്ഷണങ്ങളുടെ ചരിത്രമാണ് ഇസ്ലാമിന്റെ പൂർവകാല ചരിത്രം. പരീക്ഷണങ്ങളിലൂടെ മാത്രമേ ഇസ്ലാമിക സമൂഹത്തിന് അതിന്റെ അതിജീവനം സാധിക്കുകയുള്ളൂ എന്ന വലിയ പാഠമാണ് ഇതെല്ലാം നൽകുന്നത്. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്നത വലമാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബലികും മസ്സതുഹുൽ ബഅസാഉ വല്ലറാഉ വസുൽസിലു ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. അല്ലാഹു ചോദിക്കുകയാണ്, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് അങ്ങ് ഒരു പരീക്ഷണവും ഒരു പ്രയാസവുമില്ലാതെ കടന്നു ചെല്ലാമെന്ന് നിങ്ങൾ വിചാരിച്ചോ? ആഗ്രഹം മാത്രമുണ്ടായിട്ട് കാര്യമില്ല. ആഗ്രഹം മാത്രമുണ്ടായിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. ത്യാഗങ്ങൾ വേണം, സമർപ്പണം വേണം. അള്ളാഹുവിന്റെ വഴിയിൽ ത്യാഗത്തോടുകൂടി ജീവിക്കാനുള്ള മാനസികാവസ്ഥ രൂപപ്പെടുത്തിയെടുക്കണം എന്നുള്ളതാണ്. അതാണ് അല്ലാഹു തആല ചോദിക്കുന്ന, ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്നത, സ്വർഗത്തിലേക്ക് അങ്ങ് വെറുതെ അങ്ങ് കയറി ചെല്ലാമെന്ന് നിങ്ങൾ വിചാരിച്ചോ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബലികും, നിങ്ങളുടെ മുൻഗാമികൾ കഴിഞ്ഞ ആ ദുർഘട പാതകളിലൂടെ നടക്കാതെ, നിങ്ങളുടെ മുൻഗാമികൾ നടന്നു നീങ്ങിയ ആ ദുർഘട പാതകളിലൂടെ നടക്കാതെ സ്വർഗത്തിലേക്ക് അങ്ങ് കയറി ചെല്ലാമെന്ന് നിങ്ങൾ വിചാരിച്ചോ? മസ്സതുഹുൽ ബഅസാഉ വല്ലറാഉ, നിങ്ങളുടെ മുൻഗാമികളെ വിഷമതകളും കഷ്ടപ്പാടുകളും ഒക്കെ ധാരാളം സ്പർശിച്ചിട്ടുണ്ട്. വസുൽസിലു ഹത്താ യഖൂല الرسول والذين معه متى نصر الله والذين آمنوا معه متى نصر الله. അങ്ങനെ നിങ്ങളുടെ മുൻഗാമികൾ പ്രകമ്പനം കൊണ്ടു. പ്രവാചകനും പ്രവാചകന്റെ കൂടെയുള്ള സത്യവിശ്വാസികളായ ആളുകളും മതാ നസ്റുല്ലാഹ്, എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള വലിയ പരീക്ഷണങ്ങൾക്ക് അവരിരയായി. ആ പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കാതെ സ്വർഗത്തിലേക്ക് അങ്ങ് വൃഥാ കടന്നു ചെല്ലാമെന്ന് നിങ്ങൾ വിചാരിച്ചോ? ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം ലഭിക്കുന്നതല്ല. ത്യാഗത്തിന്റെ സമർപ്പണത്തിന്റെ മാർഗത്തിലൂടെ തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും പരീക്ഷണത്തിന്റെ തീച്ചൂളകളിലൂടെ തന്നെ എക്കാലത്തെയും ഇസ്ലാമിക സമൂഹത്തിന് കടന്നു പോവേണ്ടി വരും. പ്രവാചകന്മാരുടെ ചരിത്രം അതാണ് പഠിപ്പിക്കുന്നത്, മുഹാജിറുകളുടെ ചരിത്രം അതാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ പ്രവാചകനും പ്രവാചകന്റെ കൂടെയുള്ള ആളുകളും മത്താ നസ്റുല്ലാഹ്, എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം എന്ന് ചോദിക്കുന്ന ഒരു ഘട്ടമുണ്ടായി എന്ന് ഖുർആൻ പറയാം. ഇത് ഒരു പ്രവാചകന്റെ മാത്രം ചരിത്രമല്ല, മുഴുവൻ പ്രവാചകന്മാരുടെയും ചരിത്രത്തെ വിശകലനം ചെയ്തുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്. എന്നിട്ട് അല്ലാഹു പറയാണ്, അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, അറിയണം നിശ്ചയം അല്ലാഹുവിന്റെ സഹായം അടുത്തിരിക്കുന്നു. സഹോദരങ്ങളെ, പക്ഷെ അല്ലാഹുവിൽ ബരമേൽപ്പിക്കാൻ എക്കാലത്തുമുള്ള വിശ്വാസികൾക്ക് സാധ്യമാവണം. തീർച്ചയായിട്ടും പരീക്ഷണങ്ങൾ അതിജീവിക്കുന്നവർക്ക് അല്ലാഹുവിൽ ഭരമേൽപ്പിക്കാൻ കഴിയണം. തവക്കുൽ വേണം, അപാരമായ തവക്കുൽ. നമുക്കറിയാം, സൗർ ഗുഹയിൽ വിശ്രമിക്കുകയാണ് മദീനയിലേക്കുള്ള മാർഗത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകന്റെ പ്രഥമ ശിഷ്യൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവും. ശത്രുക്കളുടെ കാലടിപ്പാറകൾ മുകളിൽ കാണുന്നുണ്ട്. ഈ ഘട്ടത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെറിയ പ്രയാസം രേഖപ്പെടുത്തുമ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തഹ്സൻ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നീ പ്രയാസപ്പെടേണ്ട അബൂബക്കർ, നിശ്ചയം അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ രണ്ടുപേർ മാത്രമല്ല ഈ ഗുഹയിലുള്ളത്, മൂന്നാമനായിട്ട് അല്ലാഹു കൂടെയുണ്ട്. സഹോദരങ്ങളെ, ഇതാണ് തവക്കുൽ എന്ന് പറയുന്നത്. പ്രതിസന്ധികളിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളാണെങ്കിലും, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളാണെങ്കിലും, സമൂഹത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളാണെങ്കിലും, ദീനീ വ്യവസ്ഥിതിയെ സമൂഹത്തിൽ രൂപപ്പെടുത്തുവാനും ദീനിനെ നിലനിർത്തുവാനും വേണ്ടി നാം പരിശ്രമിക്കുമ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളാണെങ്കിലും നമുക്കൊന്നാമതായിട്ട് വേണ്ടത് ഈമാനും തവക്കുലുമാണ്. ആ ഈമാനിന്റെയും തവക്കുലിന്റെയും പാഠമാണ് സഹോദരങ്ങളെ സൗർ ഗുഹയിൽ വെച്ച് നമ്മൾ കണ്ടത്. അപാരമായ തവക്കുൽ, അപാരമായ തവക്കുൽ മാത്രമല്ല, വലിയ പരീക്ഷണം, വലിയ പ്രതിസന്ധി, ജീവൻ കൊണ്ടുള്ള ഓട്ടം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു പ്രയാണമായിരുന്നു അത്. സഹോദരങ്ങളെ, ആ പ്രയാണത്തിലും വലിയ ആത്മവിശ്വാസമാണ്. ആ പ്രയാണത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വലിയ ആത്മവിശ്വാസം. അതാണ് സുറാഖത്ത് ബിൻ മാലിക്കിന്റെ ചരിത്രം നമ്മോട് പറയുന്നത്. മുഹമ്മദിനെ പിടികൂടിയാൽ 100 ഒട്ടകം ഇനാമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഖുറൈശികൾ. ആ 100 ഒട്ടകം വ്യാമോഹിച്ചുകൊണ്ടാണ് ശത്രുപക്ഷത്തുണ്ടായിരുന്ന, അക്കാലത്ത് ശത്രുപക്ഷത്തുണ്ടായിരുന്ന സുറാഖത്ത് ബിൻ മാലിക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നാലെ കൂടുമ്പോൾ അസാധാരണമെന്നോണം സുറാഖയുടെ ഒട്ടകത്തിന്റെ കുളമ്പുകൾ ഭൂമിയിൽ പൂന്തിപ്പോവുകയാണ്, അണ്ടുപോവുകയാണ്. ഞാൻ മുഹമ്മദ് ബിൻ അബ്ദുള്ളയുടെ പിന്നാലെ മാത്രമല്ല, ഞാൻ പ്രയാണം ചെയ്യുന്നത് മുഹമ്മദുർ റസൂലുള്ളയുടെ പിന്നാലെയാണ്. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അള്ളാന്റെ ദൂതനായ മുഹമ്മദിന്റെ പിന്നാലെയാണ് ഞാൻ പ്രയാണം ചെയ്യുന്നത്. ഇവിടെ എനിക്ക് 100 ഒട്ടകമല്ല വേണ്ടത്, മറിച്ച് മുഹമ്മദിൽ വിശ്വസിക്കുവാൻ, അള്ളാഹുവിൽ വിശ്വസിക്കുവാൻ എനിക്ക് സാധ്യമാവണം. ആ ചിന്തയിലേക്ക് സുറാഖത്ത് മാറുന്ന ഘട്ടത്തിൽ പറയാണ്, മുഹമ്മദെ അവിടെ നിൽക്കണം, ഉപദ്രവിക്കാൻ വേണ്ടിയല്ല, ചില കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാനുണ്ട്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും തോന്നിയത് സുറാഖത്ത് ബിൻ മാലിക്കിൽ മാറ്റം വരാൻ തുടങ്ങിയിരിക്കുന്നു. അവിടെ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മവിശ്വാസത്തോടുകൂടി പ്രവാചകന് ലഭിച്ച ദിവ്യ വെളിപാടിന്റെ കൂടി ഭാഗമാവാം റസൂലുള്ളാഹി പറയുന്നുണ്ട്, കൈഫ ബിക യാ സുറാഖ ഇദാ ലബിസ്ത സിവാറൈ കിസ്റ, ഒരു കാലം വരാനുണ്ട് സുറാഖ, കിസ്റയുടെ 2 കൈവളകൾ നിന്നെ ധരിപ്പിക്കുന്ന കാലം. വമിൻതകഹു വതാജഹു, കിസ്റയുടെ കിരീടവും കിസ്റയുടെ അരപ്പട്ടയും നിന്നെ ധരിപ്പിക്കും. സുറാഖത്ത് ബിൻ മാലിക് ചോദിക്കുകയാണ്, ബനൂ മുദ്ലിജിലെ കാട്ടറബിയായ സുറാഖ ചോദിക്കുകയാണ്, എന്നെ ധരിപ്പിക്കുമെന്നോ? കിസ്റയുടെ കൈവളകൾ, കിസ്റയുടെ കിരീടം, കിസ്റയുടെ അരപ്പട്ട, ഏത് കിസ്റയാണ് ഉദ്ദേശിക്കുന്നത്? അതുരീദു കിസ്റ ബിൻ ഹുർമുസ്, ഹുർമുസിന്റെ പുത്രൻ, യഥാർത്ഥ പേർഷ്യയുടെ ഭരണാധികാരി കിസ്റയെ തന്നെയാണോ മുഹമ്മദേ നീ ഉദ്ദേശിക്കുന്നത്? നഅം ഉരീദു കിസ്റ ബിൻ ഹുർമുസ്, അതേ ഹുർമുസിന്റെ പുത്രൻ കിസ്റയെ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ അത് സംഭവിച്ചില്ല, പക്ഷെ അത് ചരിത്രത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ്. മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മദായിൻ കീഴ്പ്പെടുത്തുകയുണ്ടായി. കിസ്റായുടെ കിരീടവും മരപ്പട്ടയും വളകളുമെല്ലാം സമരാർജിത സ്വത്തായിട്ട് വന്നപ്പോ തക്ബീർ ധ്വനികൾ ഉച്ചരിച്ചുകൊണ്ട് അല്ലാഹു അക്ബർ അൽഹംദുലില്ലാഹ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബനൂ മുദ്ലിജ് ഗോത്രക്കാരനായിട്ടുള്ള സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ സമരാർജിത സ്വത്തായി ലഭിച്ചിട്ടുള്ള കിസ്റയുടെ കിരീടവും മരപ്പട്ടയുമെല്ലാം ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ധരിപ്പിച്ചത്. സാധ്യമായി
പ്രവാചകന്റെ പ്രവചനം പുലർന്നു. ജീവൻ കൊണ്ട് മദീനയിലേക്ക് പ്രയാണം ചെയ്യുമ്പോഴാണ് ആത്മവിശ്വാസത്തോടു കൂടെയുള്ള പ്രഖ്യാപനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയതെങ്കിൽ ഇസ്ലാമിക സമൂഹത്തോട് ഹിജറ പറയുന്ന ഏറ്റവും വലിയ പാഠം, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ആത്മവിശ്വാസം, വിശ്വാസികളെ നിങ്ങൾ കൈവിട്ടു പോകരുത്. പക്ഷെ കേവലം ആത്മവിശ്വാസം മാത്രം പോരാ, തികഞ്ഞ ആസൂത്രണം വേണം. ഒട്ടകത്തെ കെട്ടിയിട്ടുകൊണ്ട് തന്നെ തവക്കുലാക്കണം എന്നുള്ളതാണ്. പ്രവാചകന്റെ പദ്ധതികൾ ഇസ്ലാമിന്റെ വിരോധികൾ ഇങ്ങനെ മണത്തറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹിജറയുടെ ഘട്ടത്തിലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഉടനെ പ്രവാചകനെ വധിക്കുമെന്ന് അവരെ ഭീഷണിപ്പെടുത്തി. പക്ഷേ ഓരോ കാര്യങ്ങളും റസൂലുള്ള നേരത്തെ തന്നെ ആസൂത്രണം ചെയ്തു. പ്ലാനിങ്, ആസൂത്രണത്തിന്റെ ഏറ്റവും വലിയ പാഠം നമ്മൾ ഹിജറയിൽ കാണുന്നു എന്നുള്ളതാണ് സഹോദരങ്ങളെ. അലി റളിയല്ലാഹു അൻഹുവിനെ തന്റെ പുതപ്പിൽ കിടത്തിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും സൗർ ഗുഹയിലെത്തി. ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ അസ്മാ റളിയല്ലാഹു അൻഹയെ ചുമതലപ്പെടുത്തി. നാട്ടിലെ വിവരങ്ങൾ രാത്രിയിൽ ഗുഹയിലെത്തി ധരിപ്പിക്കുന്നതിന് വേണ്ടി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രൻ അബ്ദുള്ളയെ ചുമതലപ്പെടുത്തി. ആമിർ ഇബ്നു ഫുഹൈർ എന്ന പേരുള്ള ആട്ടിടയൻ സന്ധ്യാസമയത്ത് ഗുഹാമുഖത്തെത്തി പാലും മാംസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തിച്ചു കൊടുക്കുന്നു. സഹോദരങ്ങളെ, അബ്ദുള്ളയുടെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രൻ അബ്ദുള്ളയുടെ കാൽപ്പാടുകൾ മായ്ച്ചു കളയുന്നതിന് വേണ്ടി മരുഭൂമിയിൽ അബ്ദുള്ള സഞ്ചരിച്ച അതേ വഴിയിലൂടെയായിരുന്നു ആമിർ തിരിച്ചു പോന്നിരുന്നത് എന്നെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇതിലെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആസൂത്രണത്തിന് ഇസ്ലാമിക സമൂഹത്തിനെന്നല്ല ലോകത്തിന് തന്നെ വലിയ മാതൃകയായിട്ട് മാറുകയാണ്. ഹിജറാനന്തരം മദീനയിലെ വ്യവസ്ഥാപിതമായ ഒരു സാമൂഹിക ക്രമം സ്ഥാപിതമായി. ആത്മീയതയുടെ ചൈതന്യത്തിൽ നിലനിൽക്കുന്ന നീതിയുടെ കൂടിയാലോചനയുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ആത്മീയ ജനായത്ത വ്യവസ്ഥിതി സ്ഥാപിച്ചു എന്നുള്ളതാണ് സഹോദരങ്ങളെ. സ്വർഗപ്രവേശനത്തോടൊപ്പം അത്തരം ഒരു സാമൂഹിക ധാർമ്മിക വ്യവസ്ഥിതിയുടെ നിർമ്മാണം കൂടി വിശ്വാസിയുടെ ലക്ഷ്യമാകണമെന്നാണ് ഹിജറയുടെ പൊരുൾ. പക്ഷേ സാമൂഹിക മാറ്റങ്ങൾക്ക് അന്നത്തെ പോലെ ഇന്ന് പാലായനങ്ങളുടെ ആവശ്യമില്ല എന്നുള്ളതാണ്. ജനാധിപത്യ വഴിയിലൂടെയുള്ള സാമൂഹിക മാറ്റങ്ങളിലാണ് ഇസ്ലാമിക സമൂഹം വിശ്വസിക്കേണ്ടത്. സഹോദരങ്ങളെ, ലാ ഹിജ്റത ബഅദൽ ഫത്ഹ് വലാകിൻ ജിഹാദും വലിയ. മക്ക വിജയത്തിന് ശേഷം ഇനി ഒരു ഹിജറയില്ല, പക്ഷേ സതുദ്ദേശങ്ങളോടെയുള്ള നല്ല കർമ്മങ്ങളും ധർമ്മസമരവുമാണുള്ളത്. മക്ക വിജയത്തിന് ശേഷം ഒരു പാലായനമില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു പ്രദേശത്ത് നിന്നും ജീവിതത്തെ പറിച്ചു നടാൻ വേറൊരു പ്രദേശത്തേക്ക് പാലായനം ചെയ്യേണ്ടതില്ല എന്നാണ്. പക്ഷേ അള്ളാഹുവിന്റെ കൽപ്പനകൾ മുറുകെ പിടിക്കുന്നിടത്തും അള്ള വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നിടത്തുമുള്ള ത്യാഗമുണ്ടല്ലോ, അതും ഹിജറയാണ്. ആ ഹിജറയ്ക്ക് എല്ലാ കാലത്തും പ്രസക്തിയുണ്ട് എന്നുള്ളതാണ്. വൽ മുഹാജിറു മൻ ഹാജറ വൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹ്. അല്ലാഹ് വിലക്കിയതിൽ നിന്ന് അകന്നു നിൽക്കുന്നവൻ കൂടിയാണ് യഥാർത്ഥ മുഹാജിർ. ഹറാമുകളിൽ നിന്ന്, നിഷിദ്ധങ്ങളിൽ നിന്ന്, അല്ലാഹ് വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവനാണ് യഥാർത്ഥ മുഹാജിർ. സഹോദരങ്ങളെ, കാലഘട്ടം വളരെയധികം മതപ്പതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരി വസ്തുക്കൾ പിടികൂടുന്ന വാർത്തകൾ ധാരാളം ലഭിക്കുമ്പോൾ കുറ്റവാളികളുടെ കൂട്ടത്തിൽ മുസ്ലിം നാമധാരികളുടെ എണ്ണവും കുറവല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. 2800 ഗ്രാം MDMA അഥവാ 1.5 കോടി രൂപയുടെ വില വരുന്ന ലഹരി പദാർത്ഥം പിടികൂടിയിരിക്കുന്നത് ഒരു ഖദീജയിൽ നിന്നാണ്. ഒരുപാട് ആളുകളിൽ നിന്ന് പിടികൂടി. അതിൽപ്പെട്ട ഒരു പേര് ഖദീജ എന്നാണ്. വളരെ പോരിശിയാക്കപ്പെട്ട ഒരു പേരാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എത്ര പവിത്രമാക്കപ്പെട്ട ഒരു പേരുപയോഗിച്ചുകൊണ്ടാണ് സഹോദരങ്ങളെ ഈ സഹോദരി ഈ കടുങ്കൈ ചെയ്തിട്ടുള്ളത്. അതുപോലെ അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും. സ്വർണ്ണക്കടത്തുകൾ, അതുപോലെ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും പീഡിപ്പിച്ച വാർത്തകൾ, ഇതിലൊന്നും മുസ്ലിം നാമധാരികളുടെയും എണ്ണം കുറവല്ല. മുസ്ലിങ്ങൾ മാത്രം ചെയ്യുന്നു എന്നല്ല. ഇപ്പോ രാമക്ഷേത്ര കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ചർച്ച മാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് എല്ലാവരിലുമുണ്ട് പ്രാതിനിധ്യം. പക്ഷേ പരലോക വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിത വീക്ഷണത്തെ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, ഉത്തമ സമൂഹം എന്ന ഖുർആൻ വിശേഷിപ്പിക്കപ്പെട്ട പ്രത്യേക ദൗത്യമുള്ള ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇത്തരം കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ നമ്മെ കൂടുതൽ ചിന്തിപ്പിക്കും
ശീലിപ്പിക്കേണ്ടതാണ്. അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമ്മെ കൂടുതൽ പ്രേരിപ്പിക്കേണ്ടതാണ് സഹോദരങ്ങളെ. കേവലം നിയമ സംവിധാനങ്ങളെ മാത്രം ഭയപ്പെട്ടുകൊണ്ടല്ല തെറ്റുകളിൽ നമ്മൾ അകന്നു നിൽക്കേണ്ടത്. മറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കോടതിയിൽ ഓരോന്നിനും മറുപടി പറയേണ്ടി വരുമെന്നുള്ള ആ ചിന്തയോടുകൂടി മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്നവനാണ് യഥാർത്ഥ മുഹാജിർ. അൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻ. യഥാർത്ഥത്തിൽ ഹിജ്റ ചെയ്ത മനുഷ്യൻ എന്ന് പറയുന്നത് അല്ലാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവനാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അത് ഓരോന്നും അല്ലാഹു വിലക്കിയ കാര്യങ്ങൾ തന്നെയാണ്. ഇവിടുത്തെ പൊതു സംവിധാനത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും വെട്ടിച്ചുകൊണ്ടും ചെയ്യുന്ന കർമ്മങ്ങൾ അതാര് ചെയ്താലും തെറ്റ് തന്നെയാണ്. അത് അല്ലാഹു വിലക്കിയ കാര്യങ്ങൾ തന്നെയാണ്. അല്ലാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും അകന്ന് അവനെ സൂക്ഷിക്കാൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ.